ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങൾ ഒരു റിലേഷൻഷിപ്പിൽ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു റീയൂണിയൻ ഇനി ആ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുമോ എന്നുള്ളതും, അതോടൊപ്പം തന്നെ ഈ വ്യക്തിയുടെ നിങ്ങൾ ഇപ്പോൾ വിചാരിക്കുന്ന വ്യക്തിയുടെ കറന്റ്ലി സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്, അവരിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻസ് എന്തൊക്കെയാണ്, അതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ 2 പൈൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ചോദിച്ചതിന് ശേഷം 3 ശ്വാസം വലിച്ചു വിട്ടതിന് ശേഷം നിങ്ങൾക്ക് പൈൽ ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ് ആയിട്ട് തോന്നുന്ന പൈൽ സെലക്ട് ചെയ്യാവുന്നതാണ്. ഇതാണ് ഫസ്റ്റ് പൈൽ, ഇതാണ് സെക്കൻഡ് പൈൽ. അപ്പോൾ നമ്മൾ ആദ്യമായി നോക്കാൻ പോകുന്നത് ഫസ്റ്റ് പൈൽ, അതായത് ഈ ഒരു പൈൽ സെലക്ട് ചെയ്ത ആൾക്കാരുടെ റീഡിംഗ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ടും ഫസ്റ്റ് പൈൽ ചൂസ് ചെയ്ത ആൾക്കാരുടെ റീഡിങ്ങിലോട്ട് നമുക്ക് പോവാം. ഇപ്പോൾ ഫസ്റ്റ് പൈൽ ഓക്കെ. അപ്പോൾ ഫസ്റ്റ് പൈലാണ് നമ്മളത് വരെ നോക്കാൻ പോകുന്നത്. ഓക്കെ. അപ്പോൾ ഒന്നാമത്തെ പൈലിൽ കാണാൻ പറ്റുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു വ്യക്തി നിങ്ങൾ മുന്നേ കണ്ട പോലത്തെ ഒരു വ്യക്തി ആയിരിക്കത്തില്ല ഈ ഒരു സമയത്ത്. അതായത് ആ വ്യക്തി എല്ലാത്തിൽ നിന്നും ഒന്ന് ഡിറ്റാച്ച്ഡ് ആയതിനു ശേഷം ആ വ്യക്തി വേറെ എന്തോ ഒരു കാര്യത്തിലോട്ട് കോൺസെൻട്രേഷൻ ചെയ്ത് പോകുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. ചിലപ്പോൾ അത് അവരുടെ ഒരു കരിയർ ആയിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഫാമിലി റിലേറ്റീവ്സ് ആയിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ആ വ്യക്തിക്ക് എന്താണോ പാഷൻ ആയിരിക്കാം, ആ വ്യക്തിക്ക് തോന്നുന്ന എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം. ഫാമിലി റിലേറ്റീവ്സ് ആവാനാണ് ചാൻസ് കൂടുതൽ, അല്ലെങ്കിൽ ഒരു മാരേജ് ഫംഗ്ഷൻ ആയിട്ടും കാണാൻ പറ്റുന്നുണ്ട്. ചില ആൾക്കാരെ സംബന്ധിച്ച് ചില മാരേജ് ഫംഗ്ഷനിലോട്ട് പോകുന്നതായിട്ട് കാണാൻ പറ്റും. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പ് വിട്ടതിന് ശേഷം പുതിയൊരു കാര്യത്തിലോട്ട് ആ വ്യക്തി കടക്കുന്നതായിട്ട് കുറെ അധികം ആൾക്കാരെ സംബന്ധിച്ച് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. റിലേഷൻഷിപ്പ് ആയിരിക്കാം, അതേപോലെ തന്നെ വേറെ എന്തെങ്കിലും പർപ്പസ്ഫുള്ളി എന്തെങ്കിലും കാര്യത്തിലോട്ടായിരിക്കാം ആ വ്യക്തി നടന്നു പോകുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത്. നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് ഓർത്തിരുന്നു, അല്ലെന്നുണ്ടെങ്കിൽ ഓർക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ടോട്ടലി നിങ്ങളെ വിട്ട് കളയാൻ വേണ്ടിയിട്ടും ആ വ്യക്തി ശ്രമിക്കുന്നില്ല. ചില സമയത്ത് ആ വ്യക്തിക്ക് നിങ്ങളുടെ ചിന്താഗതിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ കൂടുതലും ഈ വ്യക്തിയെ അങ്ങോട്ട് അട്രാക്ട് ചെയ്യുന്നുണ്ട്, മാനിഫെസ്റ്റേഷൻ പരമായിട്ടും. അതേപോലെ തന്നെ നിങ്ങളുടെ ഒരു നിഷ്കളങ്ക അവസ്ഥ, അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് മാജിക് എഫക്റ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റും. ചില മേ ബി ഒരു ഡെവിൾ എനർജി ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഈ ഡെവിൾ എനർജി എന്ന് പറയുന്നത് മേ ബി ഈ വ്യക്തിയുടെ ഫാമിലി റിലേറ്റീവ്സ് ആയിരിക്കാം, ഫ്രണ്ട്സ് ആയിരിക്കാം, അച്ഛൻ അമ്മ എന്നുള്ള ആൾക്കാരായിരിക്കാം. അങ്ങനത്തെ ഉള്ള കുറച്ചധികം ഒരു നെഗറ്റീവ് എനർജി ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ആ ഒരു നെഗറ്റീവ് എനർജി മൂലം ഭ്രാന്തമായ ഒരു സിറ്റുവേഷനിലോട്ട്, അല്ലെങ്കിൽ ആരുടെയെങ്കിലും ലൂപ്പിലായിരിക്കാം, ഭ്രാന്തമായിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ ഈ വ്യക്തി കടന്നു പോകുന്നതായിട്ട്. അതായത് സ്ട്രെസ്ഫുൾ ആണ്, ഭയങ്കരമായിട്ടും ജോലിയിൽ കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റുന്നില്ല, ഫാമിലി കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റുന്നില്ല, ചില കാര്യങ്ങളിൽ കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റില്ല. ഓൺ മൈൻഡ് ഇവിടെ അല്ലാത്തൊരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. അല്ലെങ്കിൽ മനസ്സ് ഇവിടെ അല്ല, ബോഡി മാത്രമാണ് ഇവിടെ ആയിട്ടാണ് കാണാൻ. ആ വ്യക്തി എന്തോ കരുന്ന് പിടിച്ച് വലിക്കുന്നുണ്ട്. ഓക്കെ. അങ്ങനത്തെ ഉള്ളൊരു സിറ്റുവേഷനിലാണ് ചില ആൾക്കാരുടെ ഒരു സിറ്റുവേഷൻ ഇവിടെ കാണാൻ പറ്റുന്നത്. ഭയങ്കരമായിട്ടും എന്താ പറയാ, തകർന്നൊരവസ്ഥയിൽ നിന്നും ഈ വ്യക്തി തിരിച്ചു കയറുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. വല്ലാത്തൊരവസ്ഥയാണ്. ഒരു ഡെവിൾ എനർജിയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഡെവിൾ എനർജി എന്ന് പറയുമ്പോഴത്തേക്കും നല്ലതായിരിക്കത്തില്ല. നെഗറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും ആയിരിക്കും ചെയ്തു വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും ആയിരിക്കും, കൂടോത്രം അങ്ങനത്തേക്കുള്ള എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ചിന്താഗതി ആയിരിക്കാം കാണാൻ പറ്റുന്നത്. അതേപോലെ തന്നെ ഒരു എന്താ പറയാ, ഈ വ്യക്തിയുടെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് മേ ബി ഈ ഒരു വ്യക്തി നിങ്ങളിൽ നിന്ന് കുറെ അധികം അകന്ന് നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലായിരിക്കാം. മേ ബി ഗൾഫിലായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ വിദേശ രാജ്യത്തിലായിരിക്കാം ഈ വ്യക്തി നിൽക്കുന്നത്. നിങ്ങളിൽ നിന്നും കുറെ അധികം ഡിറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കുന്നത് ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഒരു എനർജി, നിങ്ങൾ എത്രത്തോളം ഈ വ്യക്തിക്ക് വേണ്ടി കാത്തിരിക്കുന്നു എന്ന് ഈ വ്യക്തിക്ക് കുറെ അധികം കാര്യങ്ങളൊന്നും മനസ്സിലാകാത്തൊരു സിറ്റുവേഷനിൽ കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ എത്രത്തോളം കാത്തിരിക്കുന്നു, അത്രത്തോളം
ആ വ്യക്തിക്ക് നിങ്ങളെ മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം ആ വ്യക്തി ഒരു വണ്ടർഫുൾ അല്ലെങ്കിൽ വണ്ടർ ആയിട്ടൊരു വേൾഡിലാണ് നിൽക്കുന്നത്. ആ ഒരു വ്യക്തിയെ സംബന്ധിച്ച് വേറെ എന്തെങ്കിലും ലൂപ്പിലായിരിക്കാം. വേറെ എന്തെങ്കിലും ആഗ്രഹം സംബന്ധിച്ചുള്ള കാര്യങ്ങളിലായിരിക്കാം ആ വ്യക്തി നിൽക്കുന്നത്. ജോബ്, കരിയർ ഒക്കെ നോക്കി നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലായിരിക്കാം ഈ വ്യക്തി കുറേയധികം ആൾക്കാരെ കൂടി കാണാൻ പറ്റുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സ്, ഫാമിലി ഒക്കെ ആയിട്ട് അടിച്ചു പൊളിച്ച് നടക്കുന്ന ഒരു ടൈം ആയിട്ടായിരിക്കും. ഒരു എൻഗേജ്മെന്റ് ഒക്കെ എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പം അങ്ങനത്തെ ഉള്ള സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ ആ വ്യക്തി ആരുടെ ലൂപ്പ്, ഫ്രണ്ട്സിന്റെ ലൂപ്പിലായിരിക്കാം. അപ്പം ഇത് എന്താണെന്ന് ആ വ്യക്തിക്ക് കണക്റ്റഡ് ആവുന്നില്ല. നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ചിന്താഗതി, നിങ്ങൾ ഈ ഒരു ഡിപ്രഷനിൽ നിൽക്കുന്നുള്ളത് നിങ്ങൾക്ക് മാത്രമായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ഈ വ്യക്തിയെ കാത്തിരിക്കുന്നു എന്നുള്ളത് നിങ്ങൾക്ക് മാത്രമായിരിക്കും അറിയാൻ പറ്റുന്നത്. മേ ബി നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ ബ്ലോക്ക് ആയിരിക്കാം. മെസ്സേജ് ഒന്നും വരാത്തത് കൊണ്ട് തന്നെ അത്രത്തോളം ഒരു ടെലിപ്പതി കണക്ഷൻ മാത്രമായിരിക്കും കിട്ടുന്നത്. ഒരു ഇൻറ്റ്യൂറ്റീവ് കണക്ഷൻ മാത്രമായിരിക്കും കിട്ടുന്നത്. ഇതിന്റെ എനർജി വേരിയേഷൻസ് വരുന്നുണ്ട് ഇവിടെ. ഓക്കെ, അപ്പം എനിക്ക് തോന്നുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തമ്മിലുള്ള ഒരു ഫാമിലി ഇഷ്യൂസ് എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഫാമിലി അങ്ങോട്ടും ഇങ്ങോട്ടും ഫാമിലി തമ്മിൽ ചേരത്തില്ല. പിന്നെ നിങ്ങളുടെ ഒരു തർക്കം എന്ന് പറയുന്നത് നിങ്ങൾക്ക് അതിപ്പോ സംസാരിച്ച് കഴിഞ്ഞാൽ പോലും അതിനൊരു അന്ത്യം ഇല്ലാത്തൊരു ടൈം ആയിട്ടാണ് കാണാൻ പറ്റുന്നത്. അല്ലെങ്കിൽ അതിനൊരു എന്താ പറയാ, അതൊരു നിങ്ങൾ തമ്മിൽ ഒരു കുറെ അധികം പ്രശ്നങ്ങളുണ്ട്. ആകെ കൂടെ പിണഞ്ഞു കിടക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണാൻ പറ്റുന്നത്. ഇത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് നിങ്ങൾക്ക് മേ ബി നിങ്ങൾക്ക് ഇത് അറിയാൻ പറ്റില്ലായിരിക്കും. കാരണം അത്രത്തോളം പ്രശ്നങ്ങളായിട്ട് കടന്നു പോകുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഓക്കെ, ഇത് നിങ്ങൾക്ക് ഇത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, ഇത് എവിടെ നിന്ന് തുടങ്ങണം, ഇത് കുറെ അധികം പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങൾ എങ്ങനെ നിങ്ങൾക്ക് സോൾവ് ചെയ്യണം, എങ്ങനെ ഇതൊന്നും ഹാൻഡിൽ ചെയ്ത് മാറ്റണം എന്നറിഞ്ഞൂടാത്ത ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന കുറച്ചധികം ആൾക്കാർ എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. കുറെ അധികം ആൾക്കാരും ഇതിനകത്ത് ഇടപെട്ടിട്ടുണ്ട്. ഈ ഒരു സിറ്റുവേഷൻ കുറെ അധികം റിലേഷൻഷിപ്പ് ബേസ് വെച്ചിട്ട് കുറെ അധികം തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഒക്കെ കുറെ അധികം പ്രശ്നങ്ങൾ കാണാൻ പറ്റുന്നുണ്ട് ഇതിനകത്ത്. ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഒന്നാമത്തെ ഒരു കൺഫ്യൂഷൻ ആയിട്ട് നിൽക്കുന്ന സ്റ്റേജ് എന്ന് പറയുന്നത് എന്ത് ചൂസ് ചെയ്യണം എന്നറിഞ്ഞുകൂടാത്ത ക്ലിയറൻസ് ഇല്ലാത്തൊരു ഒരവസ്ഥ. അതായത് ഒന്നിന്റെയും ഡൗട്ട്ഫുൾ ആണ്. പക്ഷെ എന്താണ് തിരഞ്ഞെടുക്കേണ്ടത്, ഏതാണ് ചൂസ് ചെയ്യേണ്ടത് എന്നറിഞ്ഞുകൂടാത്തൊരു പാത. ഫാമിലിയാണ്, അതെ റിലേറ്റീവ്സ് ആണ്, അല്ലെങ്കിൽ നിങ്ങളാണോ, അല്ലെന്നല്ല ആരാണ് ഈ വ്യക്തിയെ സഹായിക്കുന്നത്, അല്ലെങ്കിൽ ആരാണ് ഈ വ്യക്തിയുടെ ഒപ്പം നിൽക്കുന്നത്, കരിയർ വേണോ അതേ റിലേഷൻഷിപ്പ് വേണോ, ഇതൊന്നും എന്താ പറയാ ഒരു കൺഫ്യൂഷൻ സ്റ്റേജിലാണ്. എന്തെടുക്കണം, ഏത് ചൂസ് ചെയ്യണം എന്നും അറിയാത്തൊരു സിറ്റുവേഷനാണ്. ഈ വ്യക്തിക്കൊന്നും അറിയത്തില്ല. അങ്ങനത്തെ ഉള്ളൊരു സ്റ്റേജിലായിരിക്കാം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഒരു എഫക്റ്റ് ഭയങ്കരമായിട്ടും ഉണ്ട്, എന്തിന്റെയൊക്കെ ഒരു എഫക്റ്റ് ഉണ്ട്. അതേപോലെ തന്നെ വല്ലാത്തൊരു എന്താ പറയാ, ഈ വ്യക്തി ഇപ്പം നിൽക്കുന്നത് ജോബിലാണെങ്കിലും കരിയറിലാണെങ്കിലും എന്ത് സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിലും അവിടെയൊക്കെ ആൾക്കാർ ഈ വ്യക്തി അടിച്ചമർത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഇപ്പം ഒരു ഓഫീസിലാണെങ്കിൽ പോലും കർമ്മ റിലേറ്റീവ്സ് ആയിട്ടുള്ള കുറച്ചധികം കാര്യങ്ങൾ ഈ വ്യക്തിക്ക് ലഭിക്കുന്നുണ്ട്. ഓക്കെ, കർമ്മ സിറ്റുവേഷൻസ് എന്താ പറയാ, ചിന്തകൾ വരുന്നുണ്ട് ഭയങ്കരമായിട്ടും. രാവിലെ ഭയങ്കരമായിട്ടും നെഗറ്റീവ് ചിന്താഗതിയാണെന്നുണ്ടെങ്കിൽ രാത്രിയും അതേ കണക്ക് തന്നെ നെഗറ്റീവ് ചിന്താഗതിയാണ് ഈ വ്യക്തിയുടെ ലൈഫിൽ വരുന്നത്. അതായത് ഒരുതരം സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള എനർജി ലോസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോലും, എല്ലാം നേടിയെങ്കിൽ പോലും ഒന്നുമില്ലാത്തൊരു എന്താ ഒരു ഇറിറ്റേഷൻ മൂഡ് ഉണ്ടാവുമല്ലോ നമുക്ക്. നമുക്ക് ഒന്നും ഇല്ല എന്ന് തോന്നിപ്പോകുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവും. എല്ലാം ഉണ്ടാക്കി അല്ലെങ്കിൽ എല്ലാം ഉണ്ട്, സംഭവങ്ങളെല്ലാം ഉണ്ട് എങ്കിൽ പോലും നമുക്ക് എന്തോ നമ്മുടെ കയ്യിൽ ഒന്നുമില്ല, അല്ലെങ്കിൽ നമുക്ക് എന്തിനാണോ എന്തോ ഒരു നമുക്ക് ഈ ലോകത്ത് വന്നിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ ഇല്ല എന്നുള്ളൊരു തോന്നലുണ്ടായി പോകും. അതൊരു വല്ലാത്തൊരു ഫീലിങ്സ് ആണ്. അതായത് എല്ലാം ഇരുട്ട്, പകലാണെങ്കിൽ പോലും നമുക്കത് ഇരുട്ടായിട്ട് തോന്നുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ട്. ഒരു ഡാർക്ക് നൈറ്റ് സോളിന്റെ അല്ലെങ്കിൽ ഡാർക്ക് നൈറ്റ് മൂഡിന്റെ ഒക്കെ ഒരു വല്ലാത്തൊരു സിറ്റുവേഷൻ. നമുക്കൊരു എനർജി ഉണ്ടാവത്തില്ല. നമുക്കൊരു ചിരിക്കാനൊക്കെ നമ്മളത് അഭിനയിക്കേണ്ടി വരും. അങ്ങനത്തെ ഉള്ളൊരു സിറ്റുവേഷനിൽ നിൽക്കുന്ന വല്ലാത്തൊരു ഫീലിങ്സ് ആണ് അത്. അങ്ങനത്തെ ഉള്ള സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന കുറച്ചധികം ആൾക്കാരെ എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തിയുടെ ചിന്താഗതികൾ, വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് നിങ്ങളെക്കുറിച്ച് രാത്രി ഉറങ്ങുന്ന സമയത്ത് കിനാവുകൾ കാണാറുണ്ട്. സോൾമേറ്റ് കണക്ഷൻ ആയതുകൊണ്ട് തന്നെ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. വിഷമം ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ചധികം ആൾക്കാർക്ക് വിഷമമുണ്ട്, കുറച്ചധികം ആൾക്കാർക്ക് അത് പിടിച്ചു നിർത്തുന്നുണ്ട്. കരയുന്നുണ്ട് ചില ആൾക്കാർ പിടിച്ചു നിർത്തുന്നുണ്ട്. ഓക്കെ, വല്ലാണ്ട് പിടിച്ചു നിർത്തി. പക്ഷേ എങ്ങോട്ട് പോകണം, അങ്ങോട്ട് നിങ്ങളുടെ അടുത്ത് വരണം എന്നുണ്ടെങ്കിൽ പോലും പിന്നെയും അതൊരു ലൂപ്പായിട്ട് മാറും. ഇപ്പം നിങ്ങൾക്ക് കിട്ടുന്ന സമാധാനം പിന്നീട് കിട്ടത്തില്ല എന്നവർക്ക് നന്നായിട്ട് മനസ്സിലാവും. അല്ലെങ്കിൽ നിങ്ങൾ നന്നായിട്ട് ജീവിക്കട്ടെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഹാപ്പിനെസ് ഉണ്ടായി പോട്ടെ, ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലോട്ട് വന്ന് പിന്നെയും നിങ്ങളെ സിറ്റുവേഷനിലോട്ട് ഡാർക്കായി പിടിച്ച് നിർത്തണ്ട എന്ന് ചില ആൾക്കാരിലുണ്ട്. അതേപോലെ തന്നെ രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വരണമെന്ന് ചില ആൾക്കാർക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ അത് ഒരിക്കലും ഡിവൈൻ സമ്മതിക്കുന്നില്ല. ഈ ഒരു സിറ്റുവേഷനിൽ ഡിവൈൻ അതിനൊരിക്കലും സമ്മതിയില്ല. കാരണം എന്ന് പറയുമ്പോഴത്തേക്കും അത് നിങ്ങളുടെ കരിയർ നിങ്ങൾക്ക് ബെറ്റർ ആയിട്ടുള്ളൊരു സമയം ഉണ്ടാവുമ്പോൾ മാത്രമാണ്. ഒരു സ്പിരിച്വൽ ലെവലിൽ നിങ്ങൾ കുറെ അധികം കാര്യങ്ങൾ പഠിക്കാനുണ്ട്, റിയലൈസ് ചെയ്യാനുള്ളതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്.
അപ്പം അതൊക്കെ നിങ്ങൾ കാർമികമൊക്കെ തീർത്ത് അങ്ങനത്തെയൊക്കെയുള്ള സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിൽ വന്നതിന് ശേഷം ഓപ്പർച്യൂണിറ്റി ഒക്കെ വന്ന് നിങ്ങൾ റിയലൈസ് ചെയ്ത് നിങ്ങൾ എന്താണെന്നൊക്കെ മനസ്സിലാക്കി ആ ഒരു സ്പിരിച്വൽ പാത്ത് വരുന്ന സമയത്തായിരിക്കാം നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയെ നിങ്ങളുടെ ലൈഫിലോട്ട് തിരിച്ച് കിട്ടാൻ ചാൻസ് ഉള്ളത്. പക്ഷെ ഈ ഒരു വ്യക്തി ഞാൻ പറഞ്ഞില്ലേ നിങ്ങളുടെ ലൈഫിൽ നിന്നും പോകാൻ കുറച്ചധികം ചാൻസ് ഉണ്ട്. ഓക്കെ, റീയൂണിയൻ പോസിബിൾ ആകുമോ ഇല്ലയോ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, റീയൂണിയൻ പോസിബിൾ ആകുമോ എന്ന് ചോദിച്ചതിന് നമുക്ക് കിട്ടിയ ഉത്തരം എന്ന് പറയുന്നത് ഈ ഒരു സമയത്ത് ആ വ്യക്തി നിൽക്കുന്നത് വേറെ ഏതോ ഒരു എനർജിയുടെ കയ്യിലാണ്. ഫാമിലി റിലേറ്റീവ്സ് ആയിരിക്കാം, അമ്മയായിരിക്കാം, അച്ഛനായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ തന്നെ ഒരു ആൻസിസ്റ്റേഴ്സ്, അങ്ങനത്തെ ഉള്ള കുറച്ചധികം ആൾക്കാരുടെ ഒരു ഇൻഫ്ലുവൻസ് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. കുറച്ചധികം ഫാമിലി സപ്പോർട്ടൊക്കെ, ഫ്രണ്ട്സിന്റെ ലൂപ്പ്, അങ്ങനെയൊക്കെ കുറച്ചധികം ലൂപ്പായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ അതിന്റെ സപ്പോർട്ട് ഉള്ളത് കൊണ്ട് തന്നെ വരാൻ ചാൻസ് കുറവായിട്ടാണ് കുറച്ച് കാര്യങ്ങൾ കാണാൻ പറ്റുന്നത്. അതേപോലെ തന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് അൺലൈക്ലി ആയിട്ടുള്ള, നിങ്ങൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അൺലൈക്ലി ആയിട്ടുള്ള സിറ്റുവേഷൻസ് ആയിരിക്കും പറഞ്ഞത്. കാരണം ആ വ്യക്തിക്കും നിങ്ങൾക്കും ഇപ്പം ഒട്ടും ഇഷ്ടപ്പെടാത്ത സിറ്റുവേഷൻസ് ആണ് നിങ്ങളുടെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഒരു ബാഡ് കർമ്മ എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റും. വല്ലാത്തൊരു സിറ്റുവേഷൻസ് ആണ്, ഒരു നെഗറ്റിവിറ്റി ആണ് ഫുൾ ഇവിടെ കാണാൻ പറ്റും. അൺലൈക്ലി ആണ്. അതായത് നിങ്ങൾക്ക് ഒട്ടും താല്പര്യപ്പെടാത്ത, ഒട്ടും ഇഷ്ടപ്പെടാത്ത ഒരു സിറ്റുവേഷനിലൂടെയായിരിക്കും നിങ്ങൾ രണ്ടുപേരും കടന്നു പോകുന്നത്. ഒരാൾ മാത്രമേ രണ്ടുപേരും കടന്നു പോകുന്നത്. ഇവിടെ നിങ്ങളെ സഹായിക്കാൻ വേണ്ടി ആർക്കെങ്കിലും പറ്റുമെന്നുണ്ടെങ്കിൽ ഡിവൈൻസിന് മാത്രമേ സഹായിക്കാൻ പറ്റത്തുള്ളൂ. ദൈവത്തിനെ വിളിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ച് ഈ ഗോഡ്സ് എല്ലാം മാറ്റി വെച്ചിട്ട് നിങ്ങൾക്ക് അത് വിളിച്ച് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു റീയൂണിയൻ പോസിബിൾ ആവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിന് പുറമെ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് താല്പര്യമുണ്ടെങ്കിൽ ഡയറക്റ്റ് എനിക്ക് വാട്സപ്പ് മെസ്സേജ് ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് സെക്കൻഡ് പൈലോട്ട് പോവാം. ഓക്കെ, അടുത്തായിട്ട് രണ്ടാമത്തെ പൈൽ, അതായത് ഈ ഒരു പൈൽ സെലക്ട് ചെയ്ത ആൾക്കാർ. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ പൈലാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. രണ്ടാമത്തെ പൈല് ഓക്കെ, ഓക്കെ, സെക്കൻഡ് പൈൽ എന്ന് പറയുന്നത് ഫസ്റ്റ് പൈൽ പോലെ അത്ര നിങ്ങൾക്ക് ഫസ്റ്റ് പൈൽ പോലെ അത്ര ഒരു കാം ആൻഡ് ക്വൈറ്റ് റീഡിങ്സ് ആയിരിക്കത്തില്ല സെക്കൻഡ് പൈല്. കാരണം സെക്കൻഡ് പൈൽ എന്ന് പറയുന്നത് ഫുള്ളി ടോട്ടലി വൾഗർ ആണ്. വൾഗർ എന്ന് പറയുന്നത് ഒന്നി നിങ്ങളടുത്ത് സെക്കൻഡ് പൈൽ ഇസ് വൾഗർ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ പറയാ, സെക്കൻഡ് പൈൽ നമ്മൾ ഫസ്റ്റ് പൈൽ ഒരു എനർജിയെ അല്ല സെക്കൻഡ് പൈൽ കയറി വരുന്നത്. കാരണം സെക്കൻഡ് പൈൽ എന്ന് പറയുന്നത് ടോട്ടലി നശിപ്പിക്കുന്ന സിറ്റുവേഷൻ ആണ്, നശിപ്പിച്ചു വെച്ചേക്കുന്ന സിറ്റുവേഷൻ ആണ്. നശിപ്പിക്കുന്ന ഫസ്റ്റ് പൈൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്ത് സെക്കൻഡ് പൈൽ ചൂസ് ചെയ്താൽ ഫസ്റ്റ് പൈൽ സ്കിപ്പ് ചെയ്ത് കാണാൻ പറ്റി നിങ്ങൾക്ക് മനസ്സിലാവും ആ എനർജി മാറിയ മാറ്റം തിരിച്ച് റിട്ടേൺ ഇതിലോട്ട് വരുന്ന വരകം. കാരണം കാർഡ്സിന്റെ കളി എന്ന് പറയുന്നത് കാർഡ്സ് ടോട്ടൽ ചേഞ്ച് ആയിരിക്കണം. കാരണം കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ആണ്. ആ വ്യക്തിയെ സംബന്ധിച്ച് ഇനി ഇതിനു മേളിൽ ആ വ്യക്തി അനുഭവിക്കാൻ ഒന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല എനിക്ക്. കാരണം അത്രത്തോളം സിറ്റുവേഷൻസ് ഫസ്റ്റ് പൈൽ, ഒരു സീനും ഇല്ലാത്ത ഫസ്റ്റ് പൈല് സെക്കൻഡ് പൈല് മാറിയ സമയത്ത് കാർഡ്സും എനർജിയും സിറ്റുവേഷൻസും ടോട്ടലി ചേഞ്ച് ആയി എന്നാണ് നമുക്ക് പറയാൻ പറ്റും. കാരണം അത്രത്തോളം റിലേറ്റ് ആകും, അത്രത്തോളം സിറ്റുവേഷനിലിട്ട് പെടുത്തുന്നുണ്ട്. ഇത് ആരാണ് പെടുത്തുന്നത്, എന്താണ് സിറ്റുവേഷൻസ് എന്നൊന്നും മനസ്സിലാവുന്നില്ല. പക്ഷെ ഭയങ്കരമായിട്ടുള്ളൊരു സിറ്റുവേഷൻ, അതായത് നമ്മൾ ചിന്തിക്കുന്നതിന് മേളില് ഉള്ള പ്രശ്നങ്ങളായിരിക്കാം ആ വ്യക്തിയുടെ ലൈഫിൽ ഇപ്പൊ നടക്കുന്നത്. നമുക്ക് എന്തായാലും നോക്കാം എന്തൊക്കെയാണ് നടക്കുന്നത് നോക്കാം. പക്ഷെ ആ വ്യക്തിയെ സംബന്ധിച്ച് ആ വ്യക്തി ഇപ്പൊ ഒരു ദൈവവിശ്വാസിയായി കാണാം.
മേ ബി ആ വ്യക്തി ഇപ്പോൾ ഒരു ദൈവവിശ്വാസിയായി കാണാം, അല്ലെങ്കിൽ ആ വ്യക്തി ഒരു ആക്കി മാറ്റി കാണും യൂണിവേഴ്സ്, അല്ലെങ്കിൽ അങ്ങനെ ആക്കുന്ന ഒരു സിറ്റുവേഷനിലോട്ട് പോകുന്നുണ്ട്. കർമ്മ റിലേറ്റഡ് ആയിട്ട് വരുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്, നമുക്ക് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ വെയിലത്ത് പോയി നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവർക്കും ചൂട്, എനിക്കായാലും നിങ്ങൾക്കായാലും ഒരേ കണക്കായിരിക്കും ചൂട് വരുന്നത്. അല്ലാണ്ട് ഓപ്പോസിറ്റിൽ നിൽക്കുന്ന വ്യക്തിക്ക് ചൂട് കുറച്ചൊന്നും ആയിരിക്കത്തില്ല കിട്ടുന്നത്. അവന് മാത്രം കുറച്ച് കിട്ടും, നിനക്ക് കുറച്ച് കൂട്ടിത്തരാന്നുള്ള സെറ്റപ്പ് ഒന്നും അല്ല. കിട്ടുമ്പോഴത്തേക്കും ഒരേ കണക്ക് തന്നെയാണ് കിട്ടുന്നത്. അത് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇതുമില്ല. ഓക്കെ, അതാണ് യൂണിവേഴ്സ്. കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. നിങ്ങൾ എന്തെങ്കിലും ഈ വ്യക്തി മുന്നേ ഭയങ്കരമായിട്ടും ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ഹസ്ബൻഡ് ആയിരിക്കാം, നിങ്ങളുടെ വൈഫ് ആയിരിക്കാം, ഭയങ്കരമായിട്ടും ദ്രോഹിച്ചിട്ടുള്ള സിറ്റുവേഷൻസ് ആണ് ഈ കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഈ വ്യക്തി ഭയങ്കരമായിട്ടും ഈ ഒരു സമയത്ത് കിട്ടുന്നുണ്ട്. ആ വ്യക്തി എല്ലാം ഏറ്റു പറയുന്നുണ്ട്, സറണ്ടർ ചെയ്യുന്നുണ്ട്. ആരെടുത്തോ എന്തോ ചെയ്തു എന്നുള്ളൊരു കാര്യം വ്യക്തിക്ക് ഓർമ്മയുണ്ട്, പക്ഷെ നിങ്ങളുടെ അടുത്താണ് എന്ന് അറിയാൻ പറ്റുന്നില്ല. പക്ഷെ നിങ്ങളുടെ അടുത്തോട്ട് തിരിച്ച് ഞാൻ ടോട്ടലി സിറ്റുവേഷൻ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വ്യക്തിക്ക് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ ഈ വ്യക്തി ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ട് എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. കാരണം നിങ്ങളെ കൂടെ ഇരുന്നപ്പോൾ തന്നെ ചിലപ്പോൾ വേറൊരു വ്യക്തി റിലേഷൻ, നിങ്ങളെ കൂടെ ജെന്യൂൻ ആയിട്ട് നിങ്ങൾ ഇരുന്ന സമയത്ത് വേറൊരു വ്യക്തിയുമായിട്ട് റിലേഷൻഷിപ്പ് ആയി കാണാം ഒന്ന്. അല്ലെന്നുണ്ടെങ്കിൽ സെക്ഷൽ പരമായിട്ടുള്ള എന്തെങ്കിലും റിലേഷൻഷിപ്പിൽ ആയിരിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ എന്തൊക്കെയോ ഇവിടെ ഒരു കണക്ഷൻ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഹസ്ബൻഡോ വൈഫോ അങ്ങനത്തെ ആരെങ്കിലും ആണെന്നുണ്ടെങ്കിൽ അവരുടെ കാര്യം വല്ലാത്തൊരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. എനിക്ക് തോന്നുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്താ പറയാ, യൂണിവേഴ്സ് പരമായിട്ടും ഈ വ്യക്തി ഭയങ്കരമായിട്ട് വൾഗർ ആയിട്ടിട്ട് ഇത് മേ ബി നിങ്ങളുടെ ഇപ്പം നിങ്ങൾ ഉരുകി കളഞ്ഞ എനർജിക്ക് അനുസരിച്ചായിരിക്കാം ഈ വ്യക്തി ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അത്രത്തോളം സീനായിട്ട്, അത്രത്തോളം സിറ്റുവേഷൻസ് ഡാർക്ക് ആയിട്ട് ദൈവത്തിനെ വിളിക്കുന്നുണ്ട്. കാരണം ആരും, ഞാൻ പറയാം, കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്കൊന്നും ആരും ഇടപെടത്തില്ല. ഒരു മനുഷ്യൻ, അച്ഛനോ അമ്മയോ പോലും ഇടപെടാൻ സമ്മതിക്കത്തില്ല. അവരെല്ലാവരും ടോട്ടലി എടുത്ത് മാറ്റിയതിന് ശേഷം ഫുൾ പ്രിപ്പയർ ആയിട്ട് മാത്രമേ ഈ ഒരു വ്യക്തി, കാരണം നമുക്കിത് ആരാണ്, ഇത് എവിടെ നിന്നാണെന്നൊന്നും നമുക്ക് അറിയാൻ പറ്റത്തില്ല. ഈ കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസിന്റെ കാര്യം എന്ന് പറയാൻ പറ്റും. നമുക്കിത് എല്ലായിടത്തുനിന്നും അടികൾ കിട്ടിക്കൊണ്ടിരിക്കും. അവിടെ നിന്നും ഒക്കെ നമുക്ക് അടികൾ കിട്ടിയാൽ പോലും നമുക്കിത് മനസ്സിലാവത്തില്ല, ഇത് എവിടെ നിന്നാണ് വരുന്നത്, ഏത് സിറ്റുവേഷൻസിനാണ് വരുന്നത് അറിയാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലായിപ്പോകും. ഓക്കെ, അപ്പം എനിക്ക് സെക്കൻഡ് ബൈയിൽ കാണാൻ പറ്റുന്നത് അങ്ങനത്തെ ഉള്ളൊരു എനർജിയാണ്. ഭയങ്കരമായിട്ട് മോശപ്പെട്ട ഒരു സിറ്റുവേഷനിലോട്ട്, വല്ലാത്തൊരു ഹാർട്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ളൊരു വല്ലാത്തൊരു, എന്താ പറയാ, നമുക്ക് അതിനെ എങ്ങനെ വിവരിക്കണം എന്ന് എനിക്കറിയാം. കാരണം കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വിവരിച്ചു കഴിഞ്ഞാലും നമുക്ക് എങ്ങനെ വിവരിക്കണം എന്ന് എനിക്കറിയത്തില്ല. അത്രത്തോളം ഡാർക്കാണത്. എനിക്ക് തോന്നണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാല്, ചില കാര്യങ്ങളിൽ ഈ വ്യക്തിക്ക് വേറെ റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കാം, ആ വ്യക്തിയുമായിട്ട് സെക്ഷൽ റിലേഷനിലായിരിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പം ഈ വ്യക്തിയുടെ കൂടെ ആരുമില്ല, അത് ഞാൻ 100% ഗ്യാരണ്ടി തരാം. ഈ വ്യക്തിയുടെ കൂടെ ആരുമില്ല. ഈ വ്യക്തിക്കുള്ള ഉണ്ടായിരുന്ന സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഈ വ്യക്തിയുടെ എഗെയിൻസ്റ്റ് ആയിട്ട് തിരിച്ചു മാറും, അല്ലെങ്കിൽ മാറിയിരിക്കുന്ന സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഓക്കെ, നിങ്ങളുടെ വ്യക്തിയുടെ ചിന്താഗതികളാണ് ഇപ്പൊ ഇതിനകത്ത് കാണാൻ പറ്റുന്നത്. അപ്പം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോന്ന് ചോദിച്ചാൽ, നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ പോലുള്ള സമയമില്ല വ്യക്തിക്ക്, അത്രയും പണി കിട്ടിക്കൊണ്ടിരിക്കുക. അപ്പം നിങ്ങളെക്കുറിച്ച് എങ്ങനെയാ ചിന്തിക്കുന്നത്? നിങ്ങളെക്കുറിച്ചൊന്നും ചിന്തിക്കാനുള്ള സമയമോ കാര്യങ്ങളൊന്നുമില്ല. അപ്പം ജോലിയിലായാലും ഫിനാൻഷ്യൽ കരിയറിലായാലും എന്തിലായാലും ഈ വ്യക്തി ഭയങ്കരമായിട്ടും ഡാർക്ക്. ഞാൻ പറഞ്ഞില്ലേ, കർമ്മ എന്ന് പറയുന്ന കാര്യങ്ങൾ വരുന്ന സമയത്ത് അത് ഭയങ്കരമായ സിറ്റുവേഷൻസ് ആണ്. നിങ്ങൾ എത്രത്തോളം എരിഞ്ഞിട്ടുണ്ടോ, നിങ്ങൾ എത്രത്തോളം കാത്തിരിക്കുന്നുണ്ടോ, അത്രത്തോളം ഈ വ്യക്തി ഇത് വ്യക്തി ലോസ്റ്റ് ആണ്, ടോട്ടൽ ലോസ്റ്റ് ആയിട്ടുള്ള സിറ്റുവേഷനിലാണ് കാണാൻ പറ്റുന്നത്. ഒന്നുമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, പൈസ കാര്യങ്ങളെല്ലാം ഉണ്ടാക്കിയിട്ട് ഭയങ്കരമായ ഓപ്പർച്യൂണിറ്റിയിലും കാര്യങ്ങളിലൊക്കെ ആയിരിക്കും ജീവിച്ചിരുന്നത്. ഒരു സമയത്ത് ഭയങ്കരമായിട്ടും ഓക്കെ ആയിട്ടായിരിക്കും ജീവിച്ചിരുന്നത്. പക്ഷെ എന്തുണ്ടെങ്കിലും മനസ്സമാധാനം പോയി. അതേപോലെ തന്നെ എന്താ പറയാ, വല്ലാത്തൊരു എനർജി ലോസിങ് ആണ്. ഞാൻ പറഞ്ഞില്ലേ, ടോട്ടൽ ലോസ് ആണ്. ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഴിയിൽ വീണിട്ട് പിന്നെയും ആ കുഴിയിൽ നിന്ന് പിന്നെയും എടുത്തിട്ടിട്ട് പിന്നെ ആ കുഴിയിൽ തന്നെ ഇടുന്ന ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണം. അതായത് കൊന്നിട്ട് പിന്നെയും ജീവൻ വെപ്പിച്ചിട്ട് പിന്നെയും കൊല്ലുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. ടോട്ടൽ ലോസ് എന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ടുള്ള സിറ്റുവേഷൻസ് ആയിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. നിങ്ങൾക്ക് കാർഡ്സ് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം സെക്കൻഡ് ബൈലിനെ സംബന്ധിച്ച് എന്താ പറയാ, ഭയങ്കരമായിട്ടും ചിരിച്ചുകൊണ്ട് കഴുത്തറക്കുക എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. അങ്ങനത്തെ ഉള്ളൊരു സിറ്റുവേഷൻ ആണ്. കൂടെ നിന്നിട്ടുള്ള ആൾക്കാർ വരെ തേച്ചുകൊണ്ടിരിക്കുന്ന ടൈമായിട്ടാണ് കാണാൻ പറ്റുന്നത്. കൂടെ നിൽക്കുന്ന ആൾക്കാർ വരെ കാല് വാരുന്നു. അതായത് കൂടെ നിന്നിട്ട് എന്താ പറയാ, ഇപ്പം നിങ്ങളുടെ കൂടെ വന്ന് ഇപ്പം ഈ വ്യക്തി അതായത് എന്താ പറയാ, നിങ്ങൾക്ക് ഒരു കൂടെ നിന്നിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു 500 രൂപ തന്നതിന് ശേഷം
ആ 500 നിങ്ങളെ തന്നെ മേടിച്ചുകൊണ്ടങ്ങ് പോയി കഴിഞ്ഞാലോ, നിങ്ങളൊന്ന് ആലോചിച്ച്. അല്ലെങ്കിൽ നിങ്ങൾ 500 നിങ്ങൾക്ക് തന്നതിന് ശേഷം അതിന് 2 ബിരിയാണി മേടിച്ചു കൊടുക്കാൻ പോയപ്പോൾ സത്യം പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല, അത്തരത്തിലൊരു സിറ്റുവേഷനിലായി പോകും. ആ ഒരു സിറ്റുവേഷനിലാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. അതായത് രാത്രിയും പകലും ഒക്കെ പ്രശ്നങ്ങളാണ്. അടിച്ചമർത്തിക്കൊണ്ടിരിക്കുക, താഴ്ന്നുകൊണ്ടിരിക്കുക, ഭയങ്കരമായിട്ടും കാര്യങ്ങൾ റിയലൈസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇത് ആരാണ്, എവിടെന്നാണ്, എങ്ങനെയാണെന്ന് വരുന്നതെന്ന് ഇതൊരു മാസ്ക് ആണ് നോക്കിക്കാണുന്നത്. ഇത് യൂണിവേഴ്സൽ. ഈ യൂണിവേഴ്സലിനെ സംബന്ധിച്ച് യൂണിവേഴ്സലിന് ഒരു ഫേസ് ഒന്നുമില്ല. പക്ഷെ ഒരു വ്യക്തിപരമായിട്ടായിരിക്കും ഇത് കൊടുത്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു വ്യക്തിയിൽ നിന്നായിരിക്കാം. ഒരു മാസ്ക് ഉണ്ട്, പല പല വ്യക്തിയിൽ നിന്നുമായിരിക്കും കിട്ടുന്നത്. പക്ഷെ ഇത് യൂണിവേഴ്സൽ പരമായിട്ടാണ് ഇത് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഡെത്ത് ആണ് കാണാൻ പറ്റുക. അതായത് വല്ലാത്തൊരു സിറ്റുവേഷൻ ആണ്. വല്ലാത്തൊരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും അഭിനയിക്കാം നമുക്ക് വേണമെങ്കിൽ. ഞാൻ നല്ല റൂട്ടിലാണ് പോകുന്നത്, അല്ലെങ്കിൽ വല്ലാത്തൊരു സിറ്റുവേഷൻ, ഞാൻ ഓക്കെ ആയിട്ടാണ് പോകുന്നത് എന്ന് പറഞ്ഞ് നമുക്ക് അഭിനയിക്കാൻ പറ്റും. പക്ഷെ ഇത് എത്രത്തോളം റിയലൈസേഷൻ ആണ്, അല്ലെങ്കിൽ എത്രത്തോളം ആ വ്യക്തിയിലൂടെ ഇത് എത്തിപ്പിടിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ, ഇനി നിങ്ങളുടെ അടുത്തോട്ട് വരാൻ നോക്കി കഴിഞ്ഞാൽ പോലും ഞാൻ അതെങ്ങനെയാ പറയുന്നത്, നിങ്ങളുടെ അടുത്തോട്ട് വ്യക്തി വരാൻ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാലും അത് ഒരു പാടാവുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. നിങ്ങളുടെ അടുത്തോട്ട് വന്നു കഴിഞ്ഞാലും നിങ്ങൾ അതിനുള്ളൊരു ഈഗോ സെൻസ് ഒക്കെ കാണിച്ച് നിൽക്കും, അല്ലെങ്കിൽ നിങ്ങൾ അത്രയും നിങ്ങൾ ഇതാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കിവിടെ കാണാൻ പറ്റുന്നത് ഇൻറ്റ്യൂട്ടീവ്ലി, എനിക്കിവിടെ എനർജി തന്നെ എനിക്കിവിടെ ഇൻറ്റ്യൂട്ടീവ്ലി കിട്ടുന്നത്. നിങ്ങളുടെ അടുത്തോട്ട് വന്നു കഴിഞ്ഞാലും അത്രത്തോളം ഈ വ്യക്തി ഡാർക്കിലോട്ട് പോകും എന്നുള്ളതാണ്. പണിയാണ് വരുന്നത്. ഓൾമോസ്റ്റ് എനിക്കിത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു റീഡിങ് എനിക്ക് ടോട്ടലി ഫുൾ എടുക്കാനുള്ളൊരു ഇത് വരുന്നത്. കാരണം ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി അത് ഹ്യൂമൻ ആണെങ്കിലും നമുക്കിത് ഇത്രയും സിറ്റുവേഷനിലൊക്കെ പോകുന്ന സമയത്ത് നമുക്കൊരു ഇതുണ്ടാവും. ഓക്കെ, ആ വ്യക്തി ഞാൻ പറഞ്ഞില്ലേ, കരഞ്ഞ് പ്രാർത്ഥിച്ച് മെഡിറ്റേഷൻ ഒക്കെ ചെയ്ത് ഓൾറെഡി ഇത് ദൈവത്തിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച് ഓക്കെ ആവുന്നുണ്ടെങ്കിൽ മേ ബി ഓക്കെ ആവുമായിരിക്കും. ആ വ്യക്തി മിക്കവാറും നിങ്ങളുടെ അടുത്തോട്ട് എല്ലാം മറന്ന് തിരിച്ചു വരും. അത് ഉറപ്പാണ്. എല്ലാം മറന്ന് തിരിച്ചു വരും. തിരിച്ചു വരാൻ നല്ല ചാൻസ് ഉണ്ട് നിങ്ങളുടെ അടുത്തോട്ട് എങ്ങനെയായാലും കറങ്ങി തിരിഞ്ഞ് വരും കേട്ടോ. സെക്കൻഡ് ബൈൽ ലെറ്റ് ഗോ ആണ് കേട്ടോ കാണിച്ചേക്കുന്നത്. ഡിവൈൻസ് ലെറ്റ് ഗോയാ കാണിച്ചേക്കുന്നത്. ഓക്കെ, ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലോട്ട് തിരിച്ചു വരുമോ ഇല്ലയോ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. റീയൂണിയൻ സംഭവിക്കുമോ, നിങ്ങളുടെ അടുത്തോട്ട് തിരിച്ചു വരുമോ? തിരിച്ചു വരാൻ നല്ല ചാൻസ് ഉണ്ട്. ഓപ്പർച്യൂണിറ്റിയാണ് കാണിച്ചിരിക്കുന്നത്. നിങ്ങളുടെ അടുത്തോട്ട് എന്തായാലും തിരിച്ചു വരും. ഓക്കെ, അതായത് നെക്സ്റ്റ് ഇയർ തന്നെ വരാൻ ചാൻസ് ഉള്ളവരുടെ കാണാം. ഇത് കണ്ട, ഇത് ഫുൾ ഡിവൈൻസ് ആണ്. നിങ്ങളെ കൂടെ സപ്പോർട്ടായിട്ട് ഫുൾ ഡിവൈൻസ് ഉണ്ട്. ഓക്കെ, എനിക്ക് മെഡിറ്റേഷൻ റിംഗ് ആൻസർ ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പം ഇതിന് പുറമെ നിങ്ങൾക്ക് പേഴ്സൺ റീഡിങ് താല്പര്യമുണ്ടെങ്കിൽ പേഴ്സൺ റീഡിങ് എടുക്കാവുന്നതാണ്. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിലോട്ട് കാണാം. ഓക്കെ, ടാറ്റ.